എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോറി, ആദ്യം തന്നെ എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. 2-3 ആഴ്ചയായി റെസിപ്പീസും വീഡിയോസും ഒന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. സോറി, ഞാൻ സിക്കായിരുന്നു, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് റിക്കവറി ആയത്. അപ്പോൾ അതുകൊണ്ടാണ് 3 ആഴ്ചയോളം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേര് വിശേഷങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്വേഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈസ്റ്റർ പ്രമാണിച്ച് ഞാൻ ചെയ്യുന്ന ഒരു പൈനാപ്പിൾ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. സോറി, അതെനിക്ക് ഈ ഈസ്റ്റർ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് ക്രിസ്മസിനോ ഈസ്റ്ററിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പൈനാപ്പിൾ ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വ്യത്യസ്തമായിട്ടുള്ള രുചിയേറിയ ഈ പൈനാപ്പിൾ ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ സ്റ്റൂവിന് നമ്മൾ ചിക്കൻ ഒരുപാട് ഇടുമ്പോൾ അതിൻ്റെ വെജിറ്റബിളും ഒക്കെ ആകുമ്പോൾ ഒത്തിരി ആവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് 1/2 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വെജിറ്റബിളും അതുപോലെ പൈനാപ്പിളുമാണ് വരുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുക്കുക. മുഴുവനായിട്ടുള്ള പൈനാപ്പിൾ വേണ്ട, മധുരം നിൽക്കുമല്ലോ. ഒരുപാട് മധുരവും പുളിയും ഉള്ളത് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിൾ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒരു പൈനാപ്പിൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയാണ്. പിന്നെ വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റോയും മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാം കേട്ടോ. മഷ്റൂമിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ പൊട്ടാറ്റോയും ക്യാരറ്റ്സും ആണ് എടുത്തിരിക്കുന്നത്. അത് ഒത്തിരി വേണ്ട, ഒരു ചെറിയ വലിപ്പത്തിനുള്ള ഒരു പൊട്ടാറ്റോയും അതുപോലെ 2 ക്യാരറ്റ്സും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള വേണം ആസ് യൂഷ്വൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1.5 സവാളയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ബേ ലീഫ്. നമ്മുടെ സ്റ്റൂവിൻ്റെ പ്രധാനമാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോഴാണ് സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഏലക്ക മസ്റ്റായിട്ട് വേണം. പിന്നെ കാഷ്നട്ട് വേണം. കാഷ്നട്ട് കുറച്ച് കൂടുതലിരിക്കട്ടെ. ഞാനിപ്പോൾ 10 കൂടുതൽ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടൊന്നും അല്ല ഇത് വെക്കുന്നത്. ഒരുപാട് സമയം എടുത്ത് വെച്ചിരുന്നാലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ കാര്യമാണെങ്കിൽ 2ാം പാലിലിട്ടിട്ട് വേവിച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത്. നമ്മളിത് പെട്ടെന്ന് നല്ല കുറുകിയിരിക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കുറുക്കുള്ളൊരു പാലാണ്, തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പിഴിയുമ്പോൾ കിട്ടുന്ന പാലില്ലേ, അത് മുഴുവനായിട്ട് എടുക്കുക. 1/2 മുറിയോളം ഉണ്ട്. പിന്നെ കുരുമുളക് വേണം, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണം, ഉപ്പ്, ഓയിൽ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇപ്പോൾ ആവശ്യമില്ല. ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം. 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൂ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതിയാകും. ഒരല്പം മഞ്ഞൾപ്പൊടി, കാരണം സ്റ്റൂവിൻ്റെ കളറ് വെള്ള കളറാണെങ്കിൽ അങ്ങനെ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരല്പം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കാരണം ചിക്കൻ്റെ ഈ ഒരു കുത്തൽ മണമൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിലൊന്ന് ചൂടാകട്ടെ. ഇപ്പം നമുക്ക് ഷാലോ ഫ്രൈ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം ചിക്കൻ്റെ അതിൻ്റെ ഒരു ഫാറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു മണം നമ്മുടെ ഈ ഓയിലിനെല്ലാം കിട്ടും കേട്ടോ. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഏകദേശം ഷാലോ ഫ്രൈ ആയി. ഇത്ര മതിയാവും കേട്ടോ, ഒത്തിരി ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, അപ്പോൾ ചിക്കനിൽ ആ ഒരു ഫ്ലേവർ എല്ലാം നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓയിലിലേക്ക്. അപ്പോൾ അതേ ഓയിലിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ കൂടെ ഇട്ടിട്ട് പൈനാപ്പിൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മതിയാവും കേട്ടോ. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട. അതിൻ്റെ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതിലോട്ടൊന്ന് ഇറങ്ങണം, അത്രയേ ഉള്ളൂ.
ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ചിക്കനെക്കാട്ടി ഒരല്പം കൂടെ ചെറിയ കഷ്ണങ്ങൾ, ഒരുപാട് തീരെ ചെറുതായിട്ട് അരിയേണ്ട കേട്ടോ. കാരണം നമ്മൾ എല്ലാം കൂടെ വഴറ്റിയൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് അതിലോട്ട് ഈ ചിക്കൻ്റെ സ്റ്റൂവിലേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും നമുക്ക് പൈനാപ്പിൾ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ പൈനാപ്പിളും നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തു. അത് നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. അതിനി പ്രത്യേക ഇതൊന്നും വേണ്ട, കാരണം രണ്ടും ഒരുപോലെ വറുത്താണല്ലോ. ഞാൻ പിന്നെ 2 പ്രാവശ്യമായിട്ട് നമ്മളിട്ട് വറുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെയും ഇതിൻ്റെയും വേവ് വ്യത്യാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വറുത്ത് കോരിയതേ ഉള്ളൂ. പൈനാപ്പിളും റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചൂടായി കിടക്കുന്ന ഓയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അതുപോലെ മസാലകൾ വേറൊന്നും നമ്മൾ ചേർക്കുക. അതുകൊണ്ട് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ കാഷ്നട്ട് ഞാനൊരൽപ്പം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ട് ഇതിലൊന്ന് കിടന്ന് മൂക്കുന്നുണ്ട്. ഈ ഓയിലിൽ കിടന്ന് കാഷ്നട്ട് തന്നിട്ടാണ് മൂത്തോളും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരി കാഷ്നട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈ മസാല കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് മൂത്തോളും. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. കാഷ്നട്ട് കറി കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാകും സവാള. സ്റ്റൂ ആയതുകൊണ്ട് നമ്മൾ കറി വയ്ക്കുന്ന സാധാരണ നമ്മൾ മസാല ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറി പോലെയൊന്നും ആകേണ്ട ആവശ്യമില്ലല്ലോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം കേട്ടോ. കോളിഫ്ലവറോ അല്ലെന്നുണ്ടെങ്കിൽ ബീൻസ് എടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റോയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റോയാണ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ക്യാരറ്റും പൊട്ടാറ്റോയും ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ഉപ്പ് നമ്മൾ ചിക്കന് ചേർക്കേണ്ട ആവശ്യമില്ലെന്ന്. ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മുടെ മസാല എല്ലാം കിടന്ന് ഇങ്ങനെ ഒന്ന് മണക്കുന്നത് നല്ലൊരു മണമാണ്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. നമ്മുടെ ഈ വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതിയാണ്. പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട. നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് 2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ പൊട്ടാറ്റോയും ക്യാരറ്റും കണ്ടോ ഒരു 3/4 വേഗേ ആയിട്ടുള്ളൂ. നല്ലൊരു മണമാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ബേ ലീഫിൻ്റെ ഒക്കെ ഒരു മണം. പൊട്ടാറ്റോയും ക്യാരറ്റും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, അതൊന്ന് കരിയായിട്ട് പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകം അതുപോലെ വറുത്ത് പൊടിച്ചാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. 1 സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ സമയമാകുമ്പോൾ നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മസാലകൾ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനും മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലൊരല്പം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചുവല്ലോ. ഇനി ഇതിലേക്ക് ഒരുപാട് വെള്ളം ആയി പോകുന്നത് കാരണം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ബാക്കി ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും. ഇപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കനും ആ പൈനാപ്പിളും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാകും, കാരണം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതാണല്ലോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരല്പം സമയം കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ എല്ലാം ചിക്കൻ വന്നിട്ടുണ്ടാവും. നല്ലൊരു മണമാണ്. നല്ലൊരു മണമുണ്ട്, കാരണം നമ്മളിട്ട മസാലയും അതുപോലെ പൈനാപ്പിളിൻ്റെയും ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ട് ഇത്ര വെള്ളം മതിയാകാണ്ടാവും, കാരണം നമ്മൾ തേങ്ങാപ്പാലൂടെ ഒഴിക്കുമ്പോൾ കുറുകിയല്ലേ നമ്മുടെ സ്റ്റൂ ഇരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം വേണ്ടെന്ന് പറഞ്ഞത്. കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് മസാല എല്ലാം നമ്മളിട്ട കുരുമുളകും അതുപോലെ പെരിഞ്ജീരകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ചൂട് നിന്നിട്ട് ഈ തേങ്ങാപ്പാലൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ എല്ലാം കറക്റ്റായി വരും. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം ഉപ്പ് ചേർത്ത് കേട്ടോ. അതുപോലെ ഒരല്പവും കൂടെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. കണ്ടോ, ചിക്കനെല്ലാം ഇങ്ങനെ മീതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതുപോലെ ഒരുപാട് പാലിനിപ്പോൾ തിളച്ചും പോകരുത്. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ അല്ലെന്നുണ്ടെങ്കിൽ ക്രീം ഒഴിച്ചാൽ മതിയാവും. കാരണം ക്രീം ഇട്ടിട്ട് ഞാനൊരു ഫ്രഞ്ച് സ്റ്റൂ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണേണ്ടവരതൊന്നും ചെയ്ത് നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാനൊന്ന് കൊടുത്തേക്കാം. ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിതിപ്പോൾ അടുപ്പിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിളയ്ക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, കണ്ടുവല്ലോ, വളരെ രുചികരമായിട്ടുള്ളൊരു പൈനാപ്പിൾ ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ തയ്യാറാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയും കൂടെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനൊന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ വീണ്ടും മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു സോ മച്ച്.